ടെഹ്റാനിലെ തെരുവുകളിൽ ഉയർന്നത് വെറും മുദ്രാവാക്യങ്ങളായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണിയടിക്കുന്ന തിരക്കിലായിരുന്നു ഇറാനിലെ ഒരു പറ്റം വിദ്യാർത്ഥികൾ. 1979 നവംബർ 4 ലോകം കണ്ട ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ വടംവലിക്ക് തുടക്കമായ ദിവസം. വടത്തിൻ്റെ ഒരറ്റത്ത് സർവായുധ വിഭൂഷിതനായ അമേരിക്കൻ കഴുകൻ, മറുവശത്ത് വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്ത ഒരു കൂട്ടം ഇറാൻ യുവത്വം. ലോകം വിറപ്പിച്ചു നിന്നിരുന്ന ആ അമേരിക്കൻ കഴുകൻ തൻ്റെ സ്വർണ്ണക്കൂട്ടിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. CIA ചാരക്കണ്ണുകൾക്ക് അന്ന് തിമിരം ബാധിച്ചിരിക്കുകയായിരുന്നു. അമേരിക്കൻ എംബസിയുടെ മതിൽ ചാടി കടക്കാൻ വന്ന വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ എംബസി ഉദ്യോഗസ്ഥർ കരുതി പാവങ്ങൾ വിസ ചോദിക്കാൻ വന്നവരാണ്. പക്ഷേ അവർക്ക് വേണ്ടത് വിസയായിരുന്നില്ല. എംബസിയിലുണ്ടായിരുന്ന 52 അമേരിക്കക്കാർ ബന്ദികളായി. തൻ്റെ ആളുകളെ ഇറാനിൽ പിടിച്ചുവെച്ചതറിഞ്ഞ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ആകെ ടെൻഷനിലായി. അദ്ദേഹം ഒരു മാസ് പ്ലാൻ തയ്യാറാക്കി. ഓപ്പറേഷൻ ഈഗിൾ ക്ലോ. പേര് കേട്ടാൽ തോന്നും ഏതോ ഹോളിവുഡ് പടമാണ്. അല്ല, 8 അത്യാധുനിക ഹെലികോപ്റ്ററുകൾ ബന്ദികളെ രക്ഷിക്കാൻ ഇറാനിലേക്ക് പറന്നു. ഇറാനിലെ വെറും മണൽക്കാറ്റ് വന്നു അമേരിക്കൻ ഹെലികോപ്റ്ററുകളോട് പറഞ്ഞു, മക്കളെ, ഇത് സിനിമാ സെറ്റല്ല, ഇറാനാണ്. ഹെലികോപ്റ്ററുകൾ തമ്മിൽ കൂട്ടിടിച്ചു. ദൗത്യം പാളി. അമേരിക്കൻ കമാൻഡോകൾക്ക് ബന്ദികളെ രക്ഷിക്കുന്നതിന് പകരം സ്വന്തം ജീവനും കൊണ്ട് നെട്ടോട്ടമോടേണ്ടി. ലോകം മുഴുവൻ ടിവിക്ക് മുന്നിലിരുന്ന് ചിരിക്കണോ അതോ കരയണോ എന്നറിയാതെ വാ വിളിച്ചിരുന്നു. എന്തായിരുന്നു അവരുടെ ഡിമാൻഡ്? ഇറാൻ ഭരിച്ചു മുടിച്ച് അമേരിക്കയിലേക്ക് മുങ്ങിയ മുൻ ഇറാൻ രാജാവ് ഷാ പഹ്ലവിയെ ഇറാന് വിട്ടു നൽകുക. ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടാതിരിക്കുക. അമേരിക്ക പറഞ്ഞു, ഷാ ഞങ്ങളുടെ അതിഥിയാണ്, വിട്ടുതരില്ല. അപ്പോൾ ഇറാൻ പറഞ്ഞു, എങ്കിൽ ബന്ദികളും ഇവിടെ അതിഥികളായി കുറച്ചാലിരിക്കട്ടെ. അമേരിക്ക ഉടനെ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഇറാൻ വിപ്ലവകാരികൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. ഇറാനിയൻ വിദ്യാർത്ഥികൾ എംബസി വളഞ്ഞപ്പോൾ അകത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം മനസ്സിലായി. പുറത്തുള്ളവർ അകത്ത് കയറിയാൽ തങ്ങളുടെ ചാരപ്രവൃത്തിയുടെ സകല രേഖകളും വെളിപ്പെടും. ഉടനെ അവർ എംബസിയിലെ പേപ്പർ ഷ്രെഡിംഗ് മെഷീനുകൾ ഓണാക്കി. ആയിരക്കണക്കിന് അതീവ രഹസ്യരേഖകൾ അവർ ആ മെഷീനിലിട്ട് കീറിക്കളഞ്ഞു. പക്ഷേ സായിപ്പിൻ്റെ ഈ ബുദ്ധി ഇറാനികളുടെ അടുത്ത് ചെലവായില്ല. ചാക്കുകളിൽ നിറച്ചു വെച്ച കടലാസ് കഷ്ണങ്ങൾ 100 കണക്കിന് ഇറാനിയൻ വിദ്യാർത്ഥികൾ മാസങ്ങളോളം എടുത്ത് ഒട്ടിച്ചെടുത്തു. CIA ഇറാനിലടക്കം ലോകമെമ്പാടും നടത്തിയ ചതികളുടെയും കുതികാൽവിട്ടിൻ്റെയും കഥകൾ ഓരോന്നായി പുറത്തു വന്നു. CIA രഹസ്യങ്ങൾ അവർ തെരുവിലിട്ട് അലക്കി വെളുപ്പിച്ചു. ബന്ദികളെ വിട്ടുകിട്ടാൻ അമേരിക്ക 18 അടവും പയറ്റി. ദിവസങ്ങൾ മാസങ്ങളായി. അമേരിക്കയിൽ തെരഞ്ഞെടുപ്പെടുത്തു. പ്രസിഡന്റ് ജിമ്മി കാർട്ടർക്ക് തൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായി. തെരഞ്ഞെടുപ്പിന് മുമ്പ് ബന്ദികളെ വിട്ടുകിട്ടാൻ ഇറാനികളുടെ കാല് പിടിക്കാത്ത ഒരു കുറവേ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ സംഗതി പരിപാടി. 1980 ജൂലൈയിൽ ഷാ അർബുദം ബാധിച്ച് ഈജിപ്തിൽ വെച്ച് മരിച്ചു. അതോടെ ഇറാൻ്റെ പ്രധാന ഡിമാൻഡ് ഫ്യൂസായ പോലെയായി. പക്ഷേ ഷായെ കിട്ടിയില്ലെങ്കിൽ എന്താ? ഞങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി, ഞങ്ങളറിയാതെ ഒരു പുൽക്കുടി പോലും ഈ ലോകത്ത് ചലിക്കുന്നില്ല എന്ന അഹങ്കാരത്തിന് അറുതി വരുത്താൻ ഇറാൻ വിപ്ലവകാരികൾക്കായി. ഗതികെട്ട് അമേരിക്ക അൾജീരിയൻ കരാറിൽ ഒപ്പിട്ടു. അമേരിക്കൻ ബാങ്കുകളിൽ മരവിപ്പിച്ച ഇറാൻ്റെ പണം തിരിച്ചു നൽകാൻ സമ്മതിച്ചു. ഇതിനിടെ അമേരിക്കയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ദയനീയമായി പരാജയപ്പെട്ടു. അതുതന്നെയായിരുന്നു ഇറാനികളുടെ ലക്ഷ്യം. 1981 ജനുവരി 20 റൊണാൾഡ് റീഗൻ അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത അതേ സെക്കൻഡ്, കൃത്യം അതേ മിനിറ്റിൽ ബന്ദികളെ വിട്ടയക്കാൻ ഇറാൻ ഉത്തരവിട്ടു. ഇതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തീർപ്പ് എന്ന് വിളിക്കുന്നത്. 444 ദിവസം ബന്ദികളെ വിട്ടുകിട്ടാൻ തലതല്ലിക്കറിഞ്ഞ കാർട്ടർക്ക് കിട്ടിയത് വട്ടപ്പൂജ്യം. ക്രെഡിറ്റ് മുഴുവൻ പുതിയ പ്രസിഡന്റ് റീഗൻ അടിച്ചുകൊണ്ടുപോയി. ജിമ്മി കാർട്ടർ പടിയിറങ്ങിയത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി എന്ന ലേബലോടെയാണ്. എത്ര വലിയ ശക്തിയാണെന്ന് അഹങ്കരിച്ചാലും ചിലപ്പോൾ അടിയറവ് പറയേണ്ടി വരുന്നത് ഒരു ചെറിയ ജനക്കൂട്ടത്തിന് മുന്നിലാണ്. അതാണ് വൻ ശക്തിയെ പാഠം പഠിപ്പിച്ച 444 ദിവസങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്.